പറ്റിക്കപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. പലപ്പോഴും ബന്ധുക്കൾക്കും മറ്റൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. ഹാജിമാർ സാധുക്കളാണ്, പൊതുവെ അവർ അതിലൊക്കെ വീഴാനും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ തുടക്കം മുതലേ, ഇപ്പോൾ കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുമ്പത്തെ വർഷമാണെന്നറിയില്ല, ഒരു ഹാജിയുടെ കയ്യിൽ നിന്ന് തൂക്ക് പിടിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അവിടെ എത്തി നമ്മുടെ കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നാണത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹജ്ജുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായ ഒരു കാലഘട്ടമാണിപ്പോൾ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി അപേക്ഷ കൊടുത്ത് നറുക്കെടുപ്പിലൂടെ അവസരം കിട്ടി, പണമടച്ച് 2-3 ഘട്ടങ്ങളിലായി ക്ലാസുകൾ അറ്റൻഡ് ചെയ്ത് കുത്തിവയ്പ്പും മറ്റും നടത്തി പോകാനുള്ള മാനസികമായും ശാരീരികവുമായ തയ്യാറെടുപ്പോടുകൂടി നിൽക്കുകയാണ് നമ്മുടെ ഹാജിമാർ. സ്വാഭാവികമായും യാത്രയുമായി ബന്ധപ്പെട്ട്, ലഗേജുമായി ബന്ധപ്പെട്ട് മക്കയിലും മദീനയിലുമുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചെറിയ ചെറിയ സംശയങ്ങളും ആശങ്കകളുമൊക്കെ ഹാജിമാർക്കുണ്ട്. ഒരുപക്ഷെ അതിലേറെ ഹാജിമാരുടെ ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജിന് തയ്യാറായവർക്ക് വേണ്ടി, അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി പീസ് റേഡിയോ ജനക്ഷേമ പരിപാടി ഇന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒരുപാട് ക്ലാസ്സുകൾ ഹാജിമാർ കേട്ടിട്ടുണ്ടാവും. അതിൽ മിക്കവാറും ആത്മീയമായ കാര്യങ്ങളായിരിക്കാം കൂടുതൽ. പക്ഷേ ഇവിടെ സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇക്കാര്യങ്ങൾ നമ്മോട് സംവദിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥി, ജാഫർ വിളയൂർ. 25 വർഷമായി അദ്ദേഹം ഈ ഹജ്ജ് സേവന രംഗത്ത് ഉണ്ട്. 6 വർഷത്തോളമായി അദ്ദേഹം പാലക്കാട് ജില്ലയുടെ ജില്ലാ ട്രെയിനർ കൂടിയാണ്. ജീവസന്ധാരണത്തിന് വേണ്ടി അദ്ദേഹം ഹെൽത്തിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. കുലുക്കല്ലൂരിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. നമുക്ക് ജാഫർ സാറിനെ പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ, അസ്സലാമു അലൈക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാർ ഇവിടെ പുതിയ ആളല്ല. അല്ല, കഴിഞ്ഞ ഒത്തിരി തവണ നമ്മൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഇതേ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ജനക്ഷേമ പരിപാടിയിൽ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരു നീണ്ട മുഖവരിയുടെ ആവശ്യം ഇല്ല എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ സമയവും വൈകിയിരിക്കുന്നു. മാനസികമായി ഹാജിമാർ റെഡിയാണ്. അതേപോലെ ശാരീരികമായി എക്സർസൈസും നടത്തവും മറ്റൊക്കെ ആയിട്ട് ആ രംഗത്തും അവർ റെഡിയാണ്. പൈസ അടച്ചു, കുത്തിവയ്പ്പ് നടത്തി, ക്ലാസ്സുകൾ കഴിഞ്ഞു, അങ്ങനെ റെഡിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാക്കിങ്ങിന് തുടങ്ങാം. ലഗേജ് പാക്കിങ്ങിൽ തുടങ്ങാം. തീർച്ചയായിട്ടും എത്ര കൊണ്ടുപോകാം, എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ കൊണ്ടുപോകരുത്, എന്തൊക്കെ ശ്രദ്ധിക്കണം. കഴിഞ്ഞ മാസങ്ങളിലായിട്ട് ഹാജിമാർക്ക് 2 സാങ്കേതിക പഠന ക്ലാസ്സുകൾ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിൽ 2 സാങ്കേതിക പഠന ക്ലാസ്സുകൾ തീർന്നു. ഇനി 3ാം ഘട്ട ക്ലാസ്സിലേക്ക് സംസ്ഥാനത്ത് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് ജില്ലാ വേസിൽ, മണ്ഡലം വേസിലൊക്കെ ആയിട്ട് ഹജ്ജ് കമ്മിറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിലായിട്ട് അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തുടക്കം മുതൽ തന്നെ ലഗേജുമായി ബന്ധപ്പെട്ടും എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും, എന്തൊക്കെ കൊണ്ടുപോകരുത് എന്നുള്ളതും, ഓരോ വ്യക്തിക്കും എത്ര ലഗേജ് കൊണ്ടുപോകാം, ആ കൊണ്ടുപോകുന്നതിൻ്റെ രീതി എങ്ങനെയെന്നുള്ളതും തുടക്കം മുതലേ ഹാജിമാർക്ക് ട്രെയിനർമാർ മുഖേന പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 3ാം ഘട്ട ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സിലും അത് വളരെ നല്ല രീതിയിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ ഇനി നടക്കാൻ പോകുന്ന ക്ലാസ്സുകളിൽ അതിന് കൂടുതൽ പ്രാധാന്യം നടത്തിക്കൊണ്ട് പറഞ്ഞു കൊടുക്കണം. ഒരു റിഫ്രഷ്മെൻറ്റ് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എത്ര പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമ്മളെ കയ്യിൽ പെശക് പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ വളരെ നല്ല രീതിയിൽ ആ കാര്യത്തെ ഓരോ ഹാജിയെയും, ഓരോ ഹാജിയുടെ കൂടെ പോരുന്ന ആളുകളെയും, ഓരോ ഹാജിയുടെ ബന്ധുവിനെയും ഈ കാര്യം വളരെ ഊന്നി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പറ്റിക്കപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. പലപ്പോഴും ബന്ധുക്കൾക്കും മറ്റൊക്കെ കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ്. ഹാജിമാർ സാധുക്കളാണ്, പൊതുവെ അവർ അതിലൊക്കെ വീഴാനും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ തുടക്കം മുതലേ, ഇപ്പോൾ കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുമ്പത്തെ വർഷമാണെന്നറിയില്ല, ഒരു ഹാജിയുടെ കയ്യിൽ നിന്ന് തൂക്ക് പിടിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അവിടെ എത്തി നമ്മുടെ കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നാണത് കണ്ടത് എന്നാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തോന്നുന്നത്. അതെ.
അപ്പോൾ ഹാജി അത് അറിയില്ല എന്ന് പറഞ്ഞു ആദ്യം. പിന്നെ അവരെ മാറ്റി വെച്ച് മറ്റുള്ളവരൊക്കെ യാത്ര ചെയ്ത് ഇപ്പം എൻ്റെ പിൽഗ്രിംസിനെയൊക്കെ വിട്ട് ഇവർ വിശദമായ ചോദ്യം ചെയ്യലിനൊക്കെ വിധേയമാക്കുകയുണ്ടായി. സംഭവം ഏതായാലും അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ആ തൂക്ക് പിടിച്ചത് വിദേശത്തു നിന്നായിരുന്നുണ്ടെങ്കിൽ ചിത്രം മറ്റൊന്നായിരുന്നു. സത്യത്തിൽ അതൊരു കുട്ടികൾക്കുള്ള കളിത്തോക്കായിരുന്നു അല്ലേ? അതെ അതെ അതെ. എങ്ങനെയായാലും പ്രഥമ ദൃഷ്ടിയാൽ അത് വളരെ വളരെ വലിയ ഭീതിക്ക് കാരണമാകേണ്ടായി. അപ്പോൾ അത് എന്നല്ല, മറ്റു പല വസ്തുക്കളും അറിയാണ്ട ഹാജിമാരെന്ത് ചെയ്യുന്നുണ്ട്, ചതിയിൽപ്പെടുന്നതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ അഭാവത്തിൽ പാക്ക് ചെയ്യുമ്പോഴുണ്ടാകുന്നൊരു പ്രശ്നം ഇതിൽ വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പറയുന്നുണ്ട്, ഓരോ ഹാജിനോട് നമ്മൾ പറയുന്നുണ്ട്, എന്ത്, നിങ്ങളുടെ ലഗേജ് പാക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഒരുക്കി കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ സാന്നിധ്യം നിർബന്ധമാണെന്നുള്ളത്. കാരണം ഇത് സ്ക്രീനിങ്ങിൽ കാണുമ്പോൾ, ഇത് നമ്മൾ എക്സ്റേയിലൂടെയാണല്ലോ പോകുന്നത്, ആ സമയത്ത് കാണുമ്പോൾ നമ്മളുടെ സാന്നിധ്യത്തിലാണ് ഇത് പാക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കത് പറയാൻ കഴിയും, ഇന്ന സാധനമാണെന്ന് പറയാൻ കഴിയും. അതേസമയം അവ്യക്തമായി അത് കാണുമ്പോൾ നമ്മളുടെ സാന്നിധ്യത്തിലല്ല എങ്കിൽ പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രശ്നങ്ങളാണ്. മാത്രമല്ല അത് പൊട്ടിക്കേണ്ടി വരും. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വയസ്സായ ഹാജിമാരൊക്കെ പോകുന്നതെങ്കിൽ വീട്ടിൽ നിന്ന് മക്കൾ വളരെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത ആ ഒരു ഫിനിഷിങ് പിന്നെ കിട്ടിക്കൊള്ളുന്നില്ല. അത് ഉടനീളം അവർക്ക് പ്രയാസങ്ങൾ, ബേജാറാവും ചെയ്യും. നമുക്ക് ലഗേജ് 2 ബാഗിൽ കൊണ്ടുപോകാം, അതുപോലെ ഹാൻഡ് ബാഗും കൊണ്ടുപോകാം. അതിൻ്റെ വെയിറ്റ് കാര്യങ്ങൾ 47 കിലോനാണ് ഒരു ഹാജിക്ക് ഹജ്ജ് കമ്മിറ്റി മുഖാന്തരം ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുപോകാവുന്ന ഭാരം. ഇതിൽ 2 പാക്കുകളായിട്ട് 20 കിലോന് 20 കിലോന് അങ്ങനെ 40 കിലോന് പ്ലസ് നമ്മുടെ കയ്യിലെ ഹാൻഡ് ബാഗിൽ 7 കിലോനാണ് അനുവദിച്ചിരിക്കുന്നത്. ഇത് അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് ചില ഹാജിമാർക്ക് ഒരു തോന്നലുണ്ട് ഇതൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത്, 20 കിലോ കൊണ്ടുപോകണം, തികക്കണം എന്നുള്ളത്. അത് പ്രത്യേകം നമ്മൾ ഹാജിമാരെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്, പ്രത്യേകിച്ച് വയസ്സായ ഹാജിമാർ. അത് മാത്രമല്ല, ഈ കൊണ്ടുപോകുന്നത് ഈ ഹാജിമാർക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ മക്കത്തേക്ക് എത്തും അല്ലെങ്കിൽ ജിദ്ദയിലേക്ക് എത്തും. പിന്നീട് ഇത് ഓരോ മൂവ്മെൻറ്റും ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ തൂക്കി പിടിച്ച് കൊണ്ടുപോകാനൊക്കെ വളരെ പ്രയാസമുണ്ട്. അപ്പോൾ നമ്മുടെ ഹാജിമാരുടെ ഊന്നി പറയാറുണ്ട്, വളരെ കുറച്ച് ലഗേജ്, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം സാധനങ്ങൾ എടുത്തിട്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് 2 പേര്, ചിലപ്പോൾ 3 പേര് അല്ലെങ്കിൽ 4 പേര് 5 പേര് ഒക്കെ പോകുന്നവരുണ്ടാവും. അപ്പോൾ നമ്മളെടുത്ത അതേ സാധനങ്ങൾ മറ്റാളെടുക്കാതിരിക്കുക, വസ്ത്രങ്ങൾ ഒഴിച്ചിട്ട് മറ്റു കാര്യങ്ങൾ എടുക്കാതിരിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല പ്ലാനിങ്ങിലൂടെ പോവുകയാണെങ്കിൽ പരമാവധി ലഗേജ് ചുരുക്കി സുഗമമായ രീതിയിൽ പോകാനും പറ്റും. അപ്പോൾ 20+20+7 അങ്ങനെ 47 കിലോ ലഗേജ് കൊണ്ടുപോകാം. പാക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഹാജിമാരുടെ സാന്നിധ്യം ആവശ്യമാണ്. എന്തൊക്കെ എവിടെയൊക്കെയാണ് വെച്ചു എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. തീർച്ചയായിട്ടും. അതുമാത്രമല്ല, അപരിചിതമായ സ്ഥലത്തുനിന്ന് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ബന്ധുക്കളൊക്കെ നമുക്ക് ഹജ്ജ് ക്യാമ്പ് വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഹജ്ജ് ഉദ്യോഗസ്ഥന്മാരായിരിക്കും ഉണ്ടാകുക അതെല്ലാം ശരിയാക്കാൻ. അവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ ഹജ്ജ് ഉദ്യോഗസ്ഥന്മാരും എന്ത് ചെയ്യും, എയർപോർട്ടിൽ നിന്ന് അവരും വിട പറയും. പിന്നെ നമ്മൾ മറ്റ് എയർപോർട്ടിൽ ഉദ്യോഗസ്ഥന്മാരായിരിക്കും. അപ്പോൾ അപരിചിതമായ പല ആളുകളും പല സാധനങ്ങളും ഇന്ന ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ ബന്ധുവിന് അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ശുദ്ധ മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് നമ്മോട് പറയും. നിഷ്കളങ്കമായ ഹാജിമാർ, വയസ്സായ ഹാജിമാർ അതെന്ത് ചെയ്യും, അത് സന്തോഷപൂർവ്വം വാങ്ങിച്ച് അത് വിദേശത്ത് ചെന്ന് പിടിക്കപ്പെട്ടാൽ അതവിടെ നിരോധിച്ച സാധനങ്ങളാണെങ്കിൽ അത് വളരെയേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഹജ്ജ് കമ്മിറ്റിക്കും ഉണ്ടാക്കും പ്രയാസങ്ങൾ, അതേസമയം ഈ പിൽഗ്രിംസിനും ഈ പ്രയാസങ്ങൾ ഉണ്ടാക്കും. സത്യത്തിൽ ഇത് അദ്ദേഹം നിരപരാധിയായിരിക്കും. അതൊരു സേവനം എന്നുള്ള നിലക്ക് ചെയ്തു കൊടുത്തതായിരിക്കും അദ്ദേഹം. തീർച്ചയായിട്ടും, അതെ അതെ. അപ്പോൾ ആ കാര്യം വളരെ ഊന്നി നമ്മൾ ഓരോ ഹാജിമാരോടും വളരെ വളരെ നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ ബാഗിൽ സ്റ്റിക്കറുകൾ ഹജ്ജ് കമ്മിറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ ഹജ്ജിമാർക്ക് മഫ്തയിൽ സ്റ്റിക്കർ കൊടുക്കുന്നുണ്ട്. അതെന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമുക്ക് ഓരോ ഹാജിക്കും 2 സ്റ്റിക്കർ 3 സ്റ്റിക്കർ വീതം എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഹാജിമാർക്കും കൊടുക്കുന്നുണ്ട് ബാഗിന്. അത് ആ ബാഗിൽ തുന്നി പിടിപ്പിക്കണം. നേരത്തെ സ്റ്റിക്കറായിരുന്നു, അപ്പോൾ അത് പറഞ്ഞു പോകാനുള്ള സാധ്യത നിലനിന്നതുകൊണ്ട് ഓരോ ബാഗിലും അത് തുന്നി പിടിപ്പിച്ച് കൊണ്ടുപോകാനാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ലഗേജ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടും അതുപോലെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റിക്കറിൽ കവർ നമ്പർ, ഹാജിയുടെ പേര്, ഹാജിയുടെ പാസ്പോർട്ടിലുള്ള പോലെയുള്ള പേര്, അതുപോലെ ഹജ്ജ് കമ്മിറ്റി കൊടുക്കുന്ന കവർ നമ്പർ KLR, അതുപോലെ KLF അല്ലെങ്കിൽ വിത്തൗട്ട് KLWM അതായിട്ട് അങ്ങനെ തിരിച്ചു കൊടുക്കും. ഓക്കെ. അതേപോലെ തന്നെ
ലഗേജുമായി ബന്ധപ്പെട്ട് ലഗേജ് 2 ബാഗും പിന്നെ ഹാൻഡ് ബാഗും ഒന്നുമാണ്. സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അവർ പോകുന്നത് ഹജ്ജ് ക്യാമ്പിലേക്കാണ്. തീർച്ചയായിട്ടും ക്യാമ്പിൽ പോകുന്നതോടുകൂടി ഈ 2 ലഗേജ് ബാഗുകളും അവർ സ്വീകരിച്ച് റെസിപ്റ്റ് കൊടുത്തിട്ട് കൊണ്ടുപോകും. പിന്നെ ഹാജിയുടെ കയ്യിൽ ആ ഹാൻഡ് ബാഗ് മാത്രമേ അതെ ഉണ്ടാവുള്ളൂ. അതെ അപ്പോൾ അതിൽ മിനിമം എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നൊന്ന് പറഞ്ഞു. പറയാം. ഇത് 7 കിലോനാണ് അതിൻ്റെ പരമാവധി അതിൽ തൂക്കം അനുവദിച്ചിരിക്കുന്നത്. അതിൽ 2 ജോഡി ഇഹ്റാം വസ്ത്രം അതിൽ പറയുന്നുണ്ട്. പിന്നെ സാധാരണ 1 ജോഡി വസ്ത്രം പറയുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കേണ്ട തോർത്ത്, ബ്രഷ്, പേസ്റ്റ്, പിന്നെ നമ്മളന്നവിടെ താമസിക്കുന്നതാണ് ഒരു ലുങ്കി ഒക്കെയാണ് അതിൽ വെക്കാൻ വേണ്ടി പറയുന്നത്. അതുപോലെ നമ്മൾ ഹെൽത്ത് കാർഡ് നമ്മൾ കയ്യിൽ കരുതണം. അതുപോലെ പാസ്പോർട്ട് പോലെയുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ കയ്യിൽ കരുതണം. പവർ ബാങ്ക്, മൊബൈൽ ഫോൺ ചാർജർ, മൊബൈൽ, അതൊക്കെ നമുക്ക് ഹാൻഡ് ബാഗിലാണ് വെക്കേണ്ടത്. അതെ 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 പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം, ഒരു വിമാനത്തിൽ കയറുമ്പോൾ മറ്റാരെങ്കിലും അപായപ്പെടുത്താൻ സാധ്യതകളൊന്നും പാടില്ല. കയ്യിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള തീർച്ചയായിട്ടും. നേരത്തെ പറഞ്ഞ തോക്ക്, അതെ അതെ ഈവൻ ഇൻസുലേഷൻ ടാപ്പ് പോലുള്ള സാധനങ്ങൾ പോലും പാടില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അത്തരം വസ്തുക്കളൊന്നും കൊണ്ടുപോകരുത് നമ്മൾ നേരത്തെ പറയാറുണ്ട്. എങ്കിൽ പോലും ഹജ്ജ് ക്യാമ്പിൽ വെച്ചിട്ട് വളരെ നല്ല രീതിയിൽ ഹജ്ജ് ക്യാമ്പ് വളണ്ടിയർമാർ ഹാജിമാർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്താൽ പോലും അവിടെ വളരെ ഒന്നും കൂടി അവരെ സ്ക്രീൻ ചെയ്തിട്ട് ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. കുറേ ഹാജിമാർ മിക്കവാറും KL6 എന്ന് പറയുമ്പോൾ റിസർവ്ഡ് കാറ്റഗറിയാണ്. കുറച്ച് പ്രായമൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും മരുന്ന് നിർബന്ധമാണ്. സ്ഥിരമായി മരുന്ന് തീർച്ചയായിട്ടും കഴിക്കുന്നവരായിരിക്കും. മരുന്ന് എന്തായാലും കൊണ്ടുപോലും നിർബന്ധമാണ്. തീർച്ചയായിട്ടും എന്തൊക്കെയാണ് മരുന്നുമായി ബന്ധപ്പെട്ട്? മരുന്ന് പ്രധാനമായിട്ടും പിന്നെ കൊണ്ടുപോകുന്നതിൽ പല ആൾക്കും പല രീതിയിലാണ് മരുന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ 3 പാക്ക് ആക്കിയിട്ടാണ്, വ്യത്യസ്തമായ 3 പാക്കുകളായിട്ടാണ് ഇടാൻ പറയുന്നത്. അതിൽ ഇൻസുലിൻ ഉണ്ടാവും, നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുണ്ടാവും. ഈ ഇൻസുലിനൊക്കെ സാധാരണ രീതിയിൽ ഹാജിമാർക്ക് ആകുലത ചോദിക്കും. അവർ വീട്ടിൽ നിന്ന് ഫ്രിഡ്ജിലാണ് അത് വെച്ച് സൂക്ഷിച്ച് സമയത്തിന് അത് എടുത്ത് വെച്ച് വീണ്ടും അവർ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് പോരുന്ന ഒരു സംവിധാനമാണത്. അതേസമയം അവർക്കൊരു ആകുലതയാണ്, ഇനി ഹജ്ജ് ക്യാമ്പിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഹജ്ജിന് പോകുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ സ്ഥിതി, അതിൻ്റെ പൊട്ടൻഷ്യൽ നഷ്ടപ്പെടുമോ എന്നുള്ളതൊക്കെ ഉണ്ടാവും. അത്തരത്തിൽ യാതൊരുവിധ ആശങ്കക്കും വകയില്ല. കാരണം അവർ ഹജ്ജ് ക്യാമ്പിലേക്ക് സുരക്ഷിതമായി ക്രമീകരിച്ച ശീതീകരിച്ച രീതിയിൽ ആ മരുന്ന് എത്തിച്ചാൽ അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ താമസ സ്ഥലത്തേക്ക് എത്തുന്നത് വരെ അത് നിശ്ചിത താപനില സൂക്ഷിച്ച് എത്തിക്കാനുള്ള സംവിധാനം ഹജ്ജ് കമ്മിറ്റി ചെയ്തു കൊടുക്കുന്നുണ്ട്. മരുന്ന് കൊണ്ടുപോകുമ്പോൾ മരുന്ന് 2-3 പാക്കറ്റായിട്ട് വെക്കണം. ലഗേജുകളിൽ വെക്കണം, കുറച്ച് ഹാൻഡ് ബാഗിൽ വെക്കണം. തീർച്ചയായിട്ടും അതെ അതെ. അതേപോലെ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ബില്ലുകളുടെയൊക്കെ കോപ്പികൾ വെക്കണം. അതൊക്കെ ശ്രദ്ധിക്കണം. അത് നമ്മളിങ്ങനെ 3 പാക്കറ്റൊക്കെ ആക്കാൻ പറയുന്നത് വെച്ചാൽ അത് നഷ്ടപ്പെട്ടു പോവോ എന്നുള്ളത് കൊണ്ട്, ഏതെങ്കിലും ഒന്ന് പെട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ മിസ്സിങ് വന്നാലും മറ്റതിൽ അത് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാനും അടുത്തതൊന്ന് കിട്ടുന്നത് വരെ അല്ലെങ്കിൽ ശേഖരിക്കുന്നത് വരെ നമുക്ക് ബ്രേക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ലഗേജുകളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയൊക്കെ ഹാജിമാർക്ക് നിർദ്ദേശങ്ങളും മറ്റും നൽകിക്കൊണ്ടിരിക്കുന്നത് ട്രെയിനർമാരാണ്. അതെ അതെ. ട്രെയിനർമാരിൽ നിന്ന് പതുക്കെ അവർ മാറിയിട്ട് SHIമാരുടെ ഒരു കൺട്രോളിൽ വരികയാണ്. തീർച്ചയായിട്ടും സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാർ. അതായത് ഹാജിമാരുടെ കൂടെ പോകുന്ന ആളുകൾ, അവരുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുമ്പോൾ ഹജ്ജ് ക്യാമ്പിലേക്ക് പോവുക എന്നുള്ളതാണ്. ഹജ്ജ് ക്യാമ്പ് എന്താണ്, എങ്ങനെയാണ്? നമുക്ക് സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ, അതായത് ഇവരെ കൂടെ പോരുന്ന വളണ്ടിയർമാരുടെ കാര്യത്തിൽ ഇന്ന് തുടങ്ങാം. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കൊക്കെ മുമ്പേ നമ്മുടെ വന്നിട്ട് നമ്മൾ ഏറെക്കുറെ 16 വർഷങ്ങളൊക്കെ ആയി. സാധാരണ ഇതിലെ ഹജ്ജ് ഇൻസ്പെക്ടർമാർ അന്ന് ഖാദിമുൽ ഹുജ്ജാജ് എന്നാണ് ഇവർക്ക് പേരുണ്ടായിരുന്നത്. അവരൊക്കെ മിക്കവാറും ഈ ഹാജിമാരെ കാണാറ് ഹജ്ജ് ക്യാമ്പിൽ വെച്ചിട്ടൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ പകുതി ആളുകൾ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടും കുറച്ച് ആളുകൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടാണ്ടിരുന്നിട്ടും എങ്ങനെയായാലും പൂർണ്ണമായിട്ടും അവർ ഈ ഹാജിമാരെ കാണൽ ഹജ്ജ് ക്യാമ്പിൽ വെച്ചിട്ടായിരുന്നു. പക്ഷേ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കുറച്ച് കാലങ്ങളായിട്ട് വളരെ വിപുലമായ നല്ല രീതിയിലുള്ള ഈ മുന്നൊരുക്കങ്ങൾ കാരണം നേരത്തെ തന്നെ ഇപ്പോൾ 2 ക്ലാസ് നടത്തിയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2ാമത്തെ ക്ലാസ് മുതൽ തന്നെ വോളണ്ടിയർമാർ അല്ലെങ്കിൽ SHIമാർ, സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാർ, അവർ ഈ ഹാജിമാരെ കാണുകയുണ്ടായി. അതുപോലെ ഹാജിമാർക്ക് തിരിച്ച് അവരെ കാണാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഈയിടെയായിട്ട് ഓരോ വളണ്ടിയറിനും ഓരോ സ്റ്റേറ്റ്
ഹജ്ജ് ഇൻസ്പെക്ടർക്കും 150 ഹാജിമാരുടെ ചുമതലയാണുള്ളത്. ഈ ഹാജിമാരുടെ പേര് വിവരങ്ങൾ, ഫോൺ നമ്പറുകൾ എല്ലാം നേരത്തെ ഹജ്ജ് കമ്മിറ്റി അവർക്ക് കൊടുത്തു. അവരായിട്ടൊക്കെ സംസാരിച്ച് അവരുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് ഹജ്ജ് കമ്മിറ്റി യഥാസമയത്ത് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ വരുതിയിലാക്കി. ഇപ്പോൾ അവർ നല്ലൊരു ഫാമിലിയായി, നല്ലൊരു സെറ്റപ്പായി. അപ്പോൾ ട്രെയിനർമാർക്ക് സ്വാഭാവികമായിട്ടും അവർ മാസങ്ങളോളം അവരെ താലോലിച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ നമ്മൾ അവരിലേക്ക് കൊടുക്കുമ്പോൾ ഒരു വിഷമം സ്വാഭാവികമായിട്ടും ട്രെയിനർമാർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് ഇനി അവരെ സ്വീകരിച്ച് അവരാരൊക്കെയാണെന്നുള്ളതൊക്കെ കണ്ട് മനസ്സിലാക്കി അവരൊരുമിച്ചാണ് ഇനി അവരവിടെ നിന്ന് അങ്ങോട്ട് യാത്ര പോകുന്നത്. ഹജ്ജ് ക്യാമ്പിൽ വെച്ചിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ തലേ ദിവസം തന്നെ സ്റ്റേറ്റ് ഇൻസ്പെക്ടർക്ക് തൻ്റെ കൂടെ പോരുന്ന ഹാജിമാരെ കാണാനുള്ള അവസരം ഉണ്ടാവും. സൈറ്റിലൊക്കെ നോക്കുമ്പോൾ 48 അവേഴ്സിന് മുമ്പ് റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെയാണ് കണ്ടിരുന്നത്. ഇപ്പോൾ കേൾക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ 24 മണിക്കൂർ മുമ്പ്, ഫ്ലൈറ്റിൻ്റെ ടൈമിൻ്റെ 24 മണിക്കൂർ മുമ്പ് ഹജ്ജ് ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത്തവണ പിന്നെയും സമയം കുറയുന്നു കേൾക്കുന്നു. 12 മണിക്കൂർ തൊട്ട് 24 മണിക്കൂറിനിടയിൽ സമയം മതി, അത്ര കുറഞ്ഞ സമയത്തിന് മുമ്പ് റിപ്പോർട്ട് ചെയ്താൽ മതി പറയുന്നുണ്ട്. ശരിക്കും ഈ ഹജ്ജ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഓരോ ഫ്ലൈറ്റിനും അനുസരിച്ച് ഒരു താൽക്കാലികമായി ഒന്ന് അവിടെ ക്യാമ്പ് ചെയ്ത് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഇഹ്റാമിനൊക്കെ സഹായിച്ച് ഒരുമിച്ച് ഫ്ലൈറ്റിലേക്ക് അവർക്ക് കയറ്റാനുള്ള ഒരു സംവിധാനമാണല്ലോ. അതെ അതെ. അതിൽ എങ്ങനെയാണ് അവിടുത്തെ നടപടിക്രമങ്ങൾ? രേഖകളും ലഗേജുമായിട്ടൊക്കെ ഹാജിമാർ എംബാർക്കേഷൻ പോയിന്റിൽ എന്ന് വെച്ചാൽ ഹജ്ജ് ക്യാമ്പിൽ നമുക്കുള്ളത് കണ്ണൂരുണ്ട്, അതേപോലെ കോഴിക്കോടുണ്ട്, പിന്നെ കൊച്ചിയിലുണ്ട്. അപ്പോൾ അവിടെ എത്തുന്നു, അതിന് ശേഷമുള്ള നടപടിക്രമങ്ങളൊന്ന് പറയാം. അതായത് സൈറ്റിൽ മാത്രമല്ല, ഈ പിൽഗ്രിംസിന് ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് അവരുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് മെസ്സേജ് വരാറ് 48 അവേഴ്സ് മുമ്പേ ഹജ്ജ് ക്യാമ്പിൽ എത്തണമെന്നും പറഞ്ഞിട്ട്. ഇത് സ്വാഭാവികമായിട്ടും ഹാജിമാർ നമ്മളോട് നിരന്തരം ട്രെയിനർമാരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ 48 മണിക്കൂർ, നിങ്ങൾ 24 മണിക്കൂറാണെന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ വർഷം വരെ നമ്മൾ 24 മണിക്കൂറിൻ്റെ മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹജ്ജ് ക്യാമ്പിൽ നമ്മൾ ഓരോ ഹാജിയും റിപ്പോർട്ട് ചെയ്യണം എന്നാണുള്ളത്. അതേസമയം ഇപ്രാവശ്യം അത് 12 മണിക്കൂറായി ചുരുക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം 12 മണിക്കൂർ ചുരുക്കാനുള്ള കാരണം ഈ സമയത്തുള്ള കാലാവസ്ഥ വ്യതിയാനമാണ്. അമിതമായിട്ട് ചൂടും അതോ ഹജ്ജ് ക്യാമ്പിൽ എല്ലാ പരിമിതികളൊക്കെ വെച്ചുകൊണ്ടാണ് അത് ചുരുക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ 48 മണിക്കൂർ മുമ്പാണ് നമ്മൾ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഹാജിമാർ റിപ്പോർട്ട് ചെയ്യേണ്ടത് 2 ദിവസം മുമ്പ് തന്നെയാണ്. അതായത് 48 അവേഴ്സ്. ഇപ്പോഴും അങ്ങനെ തന്നെ. കാരണമുണ്ട്. നമ്മളുടെ കേരളത്തിലെ പോലെയുള്ള ഒരു സംവിധാനമല്ല അവിടെയൊന്നും ഉള്ളത്. അവിടെ ഹജ്ജിന് വിളിച്ച് അപേക്ഷയൊക്കെ കൊടുത്ത് പണമടപാടും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങനെ നീങ്ങും. പക്ഷേ ഒരു ഹാജിയെ ഹജ്ജിലേക്ക് കൊണ്ടുവരാൻ, ഹജ്ജ് കർമ്മത്തിലേക്ക് കൊണ്ടുവരാനാണ് ബോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപേക്ഷ സമർപ്പിച്ച് നറുക്കെടുപ്പെടുത്ത് അതിനുശേഷം മറ്റു ഓരോ ഘട്ടങ്ങളിലും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു നിശ്ചിത നല്ലൊരു ഒരു പ്രത്യേക ടീം തന്നെ വാർത്തെടുത്ത് അല്ലെങ്കിൽ ആയിരങ്ങളെ അപേക്ഷ ക്ഷണിച്ച് ഇൻ്റർവ്യൂ ചെയ്തെടുത്ത് അതിൽ നിന്ന് നല്ല നല്ല പരിജ്ഞാനമുള്ള ആളുകൾ തിരഞ്ഞെടുത്തിട്ടാണ് ഓരോ ഹാജിയിലേക്കും എത്തിക്കുന്നത്. അങ്ങനെ ഈ ഹജ്ജിന് പോകുമ്പോഴേക്കും അദ്ദേഹത്താണ് നന്നായിട്ട് പഠിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അതേസമയം മറ്റ് സ്റ്റേറ്റുകളിൽ അതല്ല. അവർ ശരിക്കും ഹജ്ജുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് തന്നെ എവിടുന്നാണ്, ഈ ഹജ്ജ് ക്യാമ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സമയം 2 ദിവസം എങ്കിലും വേണം എന്നതുകൊണ്ടാണ് അവരങ്ങനെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ബോംബെ ഹജ്ജ് കമ്മിറ്റി മെസ്സേജ് കൊടുക്കുമ്പോൾ ഒന്നിച്ച് അങ്ങോട്ട് വിടുന്നത് കൊണ്ടാണ് നമ്മുടെ ഹാജിമാർക്കും അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റി 12 മണിക്കൂർ ആക്കിയത് ഒരു കണക്കിന് നല്ലതാണ്, വളരെ നല്ലതാണ്, പരിമിതമായ. അതേസമയം 12 മണിക്കൂർ എന്ന് വെക്കുമ്പോൾ ചില ഫ്ലൈറ്റ് രാത്രിയിലാണെങ്കിൽ അവർ അർദ്ധരാത്രിയിൽ 12 മണിക്ക് എത്തണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് എത്താം, അതിന് കുഴപ്പമൊന്നുമില്ല. ലഗേജുകൾ റെഡിയാക്കി, പാസ്പോർട്ടും ഹാറ്റ് കാർഡും അനുബന്ധ രേഖകളും റെഡിയാക്കി ഹജ്ജ് ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അവരെ സ്വീകരിച്ച് അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അത്യാവശ്യം വേണ്ട നിർദ്ദേശങ്ങളും കൊടുക്കുന്നു. പിന്നെ അവർക്ക് ഇഹ്റാമിലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഫ്ലൈറ്റിൻ്റെ ടൈം അനുസരിച്ച് അവരോട് റെഡിയാകാൻ പറയുന്നു. ഫ്ലൈറ്റിലേക്ക് ഹജ്ജ് ക്യാമ്പിൽ നിന്ന് വാഹനങ്ങളിൽ എത്തിച്ചിട്ട് എയർപോർട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മൾ ലഗേജിൻ്റെ പാക്കിങ്ങും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചത്. നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ തുടരാം. ജാഫർ വിളയൂർ സാറ് ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം.